മീൻസ് ഇപ്പോൾ വളരെ പേഴ്സണലായിട്ടുള്ള രണ്ട് കാര്യങ്ങൾ എൻ്റെ അടുക്ക ചോദിച്ചത്. ഒരാളെ പറ്റി, എൻ്റെ ലൈഫിൽ ഒരാളെ പറ്റി തിരക്കി. അതുപോലെ തന്നെ എന്താ ഞാൻ കറൻ്റ്ലി അനുഭവിക്കുന്ന ഒരു സ്ട്രഗിളിനെയും കുറിച്ച് അയാൾ തിരക്കി. അപ്പം ഞാനിങ്ങനെ ഷോക്കായി. ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് നമ്മുടെ സ്കിൻ ഗ്ലോവിങ് ചലഞ്ചിൻ്റെ ഡേ 5 ആണ്. ആക്ച്വലി ഇന്നലെ കുറച്ച് തിരക്കിലൊക്കെ ആയി പോയിട്ട് ഞാൻ വീഡിയോ ഇടാനേ മറന്നുപോയി. ഇന്ന് നമുക്ക് വേണ്ട കുറച്ച് സാധനങ്ങളെന്ന് വെച്ചാൽ അരിപ്പൊടി, കോഫി പൗഡർ, ഇരട്ടിമതി. നമുക്കിന്ന് ഈ മൂന്നും വെച്ചിട്ടാണ് നമ്മൾ ഫേസ് പാക്ക് റെഡിയാക്കാൻ പോകുന്നത്. ആക്ച്വലി ഗൈസ്, ഞാൻ ഇന്ന് വർക്ക് കഴിഞ്ഞിട്ട് വന്നതേ ഉള്ളൂ. സമയം ഒരു 9 മണിയായിട്ടുണ്ട് ഗൈസ്. ലേറ്റ് ആയിട്ടുണ്ട് സമയം, എനിക്കറിയാം. പക്ഷേ നിങ്ങൾക്ക് ചാലഞ്ചിൻ്റെ വീഡിയോ ഇപ്പം എത്രയും പെട്ടെന്ന് തരണം എന്നുള്ളൊരു മൈൻഡ് കൊണ്ടിട്ടാണ് ഞാൻ രാത്രി ഒന്നുമില്ല രാവിലെ ഒന്നുമില്ലാണ്ട് ഷൂട്ട് ചെയ്യുന്നത്. അപ്പോൾ ഗൈസ്, നമുക്ക് നേരെ ഫേസ് പാക്കിലേക്ക് പോകാം. നമ്മുടെ അരിപ്പൊടി എടുത്തിട്ടുണ്ട്. നമുക്ക് ആദ്യം അരിപ്പൊടി ഇടാം. അടുത്തത് നമുക്ക് ഇരട്ടി മധുരം ഇടാം. ആക്ച്വലി ഞാൻ കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞത് ഇരട്ടി മധുരത്തിൻ്റെ പൊടി ഭയങ്കര ഫൈനായതുകൊണ്ട് പറക്കും നല്ല രീതിക്ക്. എനിക്കാണ് തുമ്മൽ വരും ഇത് പറന്ന് കഴിയുമ്പം. പക്ഷെ ഇത് ഇടുമ്പോൾ പൊടി പൊങ്ങുന്നതാണ് നല്ല രസം. ഇതിൻ്റെ പുക പോകുന്നതാണ് നല്ല രസം. പുകയല്ല, പൊടി, കുഞ്ഞു പൊടികളെ പുറത്താണ്. ഗൈസ്, നമുക്ക് ഇനി ഇടാനുള്ളത് കോഫി പൗഡറാണ്. കോഫി പൗഡർ നമുക്ക് കുറച്ച് മതി ഗൈസ്. ഓക്കെ, കണ്ടോ, കോഫി പൗഡർ ഇത്ര ഇട്ടിട്ടുള്ളൂ. ബാക്കി ഇട്ടിരിക്കുന്ന നമ്മുടെ അരിപ്പൊടിയും ഇരട്ടി മധുരവും കൂടെയാണ്. ആക്ച്വലി ഇത് രണ്ടുമാണ് മെയിനായിട്ട് വേണ്ടത്. കോഫി ഞാൻ കുറച്ച് ഇടുന്നുള്ളൂ ഇതിനകത്ത്. ഇനി നമുക്ക് ഇതിലേക്ക് ഇച്ചിരി തൈര് ഒഴിച്ച് മിക്സ് ചെയ്ത് നല്ല അത്യാവശ്യം നല്ലൊരു പേസ്റ്റ് രൂപത്തിലാക്കണം ഗൈസ്. ഇപ്പോൾ ഇത് നല്ലൊരു തിക്ക് പേസ്റ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ഫേസിലേക്ക് ഇടാം. ആക്ച്വലി കുറച്ചും കൂടെ പേസ്റ്റി ആയ കുഴപ്പമില്ല. ഇതിപ്പോൾ എൻ്റെ തിക്കായിട്ടുണ്ട്, നല്ല തിക്കായിട്ടുണ്ട്. ഇതിപ്പം എന്താ പറയുക, ഇങ്ങനെയൊന്നും വരില്ല. ഓക്കെ, ഞങ്ങൾ കുറച്ചും കൂടെ ഇങ്ങനെ ലൂസായ കുഴപ്പമില്ല. ഓക്കെ, നമുക്കിത് ഫേസിൽ അപ്ലൈ ചെയ്യാം. ഞാനിപ്പോൾ ഇത് ഫേസിൽ ഇട്ടിട്ടുണ്ട്. ഇനി നമുക്കൊരു 50 to 20 മിനിറ്റ്സ്, ഞാൻ എല്ലാ വീഡിയോയിലും പറയണേ, എന്നാലും ഇപ്പോഴും പറയാം, 50 to 20 മിനിറ്റ്സാണ് നമുക്കിത് ഫേസിൽ വെക്കേണ്ടത്. അത് കഴിഞ്ഞിട്ട് നമുക്ക് വാഷ് ചെയ്ത് കളയാം. ആക്ച്വലി സൗണ്ടിന് ചെറിയ ഡിസ്ട്രാക്ഷൻ ഉണ്ട്, കാരണം പുറത്ത് ആൾക്കാർ ഇങ്ങനെ നടക്കും, ഓരോ വർത്താനമൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ചെറിയ ഡിസ്ട്രാക്ഷൻ ഉണ്ടാവും, ചില സൗണ്ടൊക്കെ കേൾക്കും, നമ്മൾ കേട്ടില്ലാന്ന് നടിക്കണം. ഓക്കെ, അപ്പോൾ ഗൈസ്, നമുക്കിനി ഒന്ന് ഒരു 15 മിനിറ്റ് വെയിറ്റ് ചെയ്യാം. ഗൈസ്, ഇന്ന് എനിക്കൊരു ഇൻസിഡൻറ്റ് ഉണ്ടായി. ആക്ച്വലി അതെന്ന് വെച്ചാൽ എനിക്ക് ഷോക്കായി, പക്ഷെ എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല. അങ്ങനത്തെ ഒരു ഇൻസിഡൻറ്റ്. ഇന്ന് എനിക്ക് വർക്ക് ഉണ്ടായിരുന്നു, ഒരു പെന്തക്കോസ്റ്റിൻ്റെ വെഡിങ് ആയിരുന്നു ഇന്ന്. അപ്പോഴത്തേക്കും നമ്മൾ ലാസ്റ്റായി, തീരാറായി, ഫോട്ടോ സെക്ഷനൊക്കെ തീരാറായി. അപ്പോൾ ഫോട്ടോ സെക്ഷൻ കയറിയപ്പോൾ ഒരു പാസ്റ്റർ ഉണ്ടായിരുന്നു അവിടെ. കുറേ പാസ്റ്റേഴ്സ് ഉണ്ട്, പക്ഷേ അതിനകത്ത് ഒരു പാസ്റ്റർ എൻ്റെ അടുക്കൊന്ന് ചോദിച്ചു, എന്ത് പഠിച്ചതാന്ന് ചോദിച്ചു. അപ്പം ഞാൻ പറഞ്ഞു, ഇങ്ങനെ ഇത് പഠിച്ചതാ എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് എൻ്റെ അടുക്ക് ചോദിച്ചു, വീട്ടിലാരെങ്കിലും ബ്രെയിൻ സംബന്ധമായിട്ട് എന്തെങ്കിലും പ്രശ്നത്തിന് മരുന്ന് കഴിക്കുന്നവരുണ്ടോയെന്ന് ചോദിച്ചു. അപ്പം ഞാൻ നോക്കിയപ്പം എൻ്റെ ഒരു ഫാമിലി, എൻ്റെ ഉമ്മി വാപ്പി രണ്ടിത്തല്ല, ഞാനും എൻ്റെ ഇത്തായും, അങ്ങനെ ആ ഒരു ഫാമിലിയിലില്ലെങ്കിലും എൻ്റെ ഉമ്മീൻ്റെ ഫാമിലിയിൽ ഒരാൾ അങ്ങനെ കഴിക്കുന്നുണ്ട്. ഞാൻ പറഞ്ഞു, ഉണ്ട്, ഇങ്ങനെ ഒരാൾ കഴിക്കുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് എൻ്റെ അടുക്ക് കുറച്ച് 2-3 പേഴ്സണൽ ക്വസ്റ്റ്യൻസ് ചോദിച്ചു. സത്യം പറഞ്ഞാൽ ഞാൻ ഭയങ്കരമായിട്ട് ഷോക്കായി ആ ചോദിച്ച ക്വസ്റ്റ്യനിൽ. മീൻസ് ഇപ്പോൾ വളരെ പേഴ്സണലായിട്ടുള്ള രണ്ട് കാര്യങ്ങൾ എൻ്റെ അടുക്ക് ചോദിച്ചത്. ഒരാളെ പറ്റി, എൻ്റെ ലൈഫിൽ ഒരാളെ പറ്റി തിരക്കി. അതുപോലെ തന്നെ ഞാൻ കറൻ്റ്ലി അനുഭവിക്കുന്ന ഒരു സ്ട്രഗിളിനെയും കുറിച്ച് അയാൾ തിരക്കി. ഞാനിങ്ങനെ ഷോക്കായി. മീൻസ് എങ്ങനെ അയാൾക്കത് അറിയാനല്ലേ, എങ്ങനെ ആ പാസ്റ്ററിന് ഈ കാര്യങ്ങളൊക്കെ അറിയാനാ. ആദ്യം നമുക്ക് ഈ പാസ്റ്റേഴ്സിൻ്റെ സ്റ്റേജിൽ കുറച്ച് പ്രെയർ ഉണ്ട്. ആ പ്രെയർ കഴിഞ്ഞിട്ട് അവർക്കുള്ള ഫുഡ് നമ്മൾ ഇങ്ങനെ ഒന്ന് അറേഞ്ച് ചെയ്ത് കൊടുക്കണം. മീൻസ് നമ്മുടെ കാറ്ററിംഗുകാരോട് പറഞ്ഞിട്ട് നമ്മൾ ഇവിടെ ഫാമിലി ടേബിളിൽ തന്നെ അറേഞ്ച് ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഇങ്ങനെ അറേഞ്ച് ചെയ്ത് കൊടുത്തപ്പോഴും പുള്ളിക്കാരൻ എന്നോട് ഇങ്ങനെ കുറേ സംസാരിക്കുന്നുണ്ട്. പക്ഷേ എനിക്ക് ഇതാ സംഭവം എന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ആൾ എന്നോട് കുറേ സംസാരിച്ചു.
മീൻസ് ഇന്ന ഇത്ര ആൾക്കാരുണ്ട്, അപ്പോൾ ഇത്ര ഇതുണ്ട്, മോളത് ചെയ്തോ ഇത് ചെയ്തോ എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ ചോദിക്കുകയൊക്കെ ചെയ്തു. ഞാൻ ഓരോന്ന് ഇങ്ങനെ ചെയ്തു കൊടുക്കുക. അപ്പോഴത്തേക്ക് ഇങ്ങനെ എൻ്റെ അടുക്ക് വന്ന് ഇങ്ങനെ പറയാം, എന്താ രണ്ട് കാര്യങ്ങൾ ചോദിച്ചു. എൻ്റെ പേഴ്സണൽ ലൈഫിലെ കുറച്ച് കാര്യങ്ങൾ എന്നോടൊന്ന് ഇങ്ങനെ ചോദിച്ചു. അപ്പം ഞാൻ ഇങ്ങനെ കുറച്ച് ഷോക്കായി. മീൻസ് പെട്ടെന്ന് ഒരാൾ വന്നിട്ട് നമ്മുടെ പേഴ്സണൽ ലൈഫിലെ കുറച്ച് രണ്ട് കാര്യങ്ങൾ ഇങ്ങനെ ചോദിക്കുമ്പോൾ നമ്മൾക്ക് ഭയങ്കര ഇതുണ്ടാവില്ലേ. ഷോക്കായിട്ട് എൻ്റെ അടുക്ക് പറഞ്ഞു, മോള് പേടിക്കണ്ട, എല്ലാം ശരിയാവും, ഇന്ന ആൾ മോളുടെ കൂടെ ഉണ്ട്, പേടിക്കണ്ട, അങ്ങനെയൊക്കെ കുറേ എൻ്റെ അടുക്ക് പറഞ്ഞു. അപ്പോൾ ഞാൻ പുള്ളിക്കാരന് റെസ്പോണ്ട് ചെയ്യുന്നുണ്ട്, പക്ഷേ ഒരു കൺഫ്യൂസ്ഡ് സ്റ്റേറ്റിലാണ് ഞാൻ. ഇതെന്താ സംഭവം, ഇതെങ്ങനെ അറിഞ്ഞു, അങ്ങനെയൊക്കെയുള്ള എൻ്റെ മനസ്സിൽ പല കാര്യങ്ങൾ പോയി ആ സമയത്ത്. ഇതെങ്ങനെ അറിഞ്ഞു, ഇതെന്താ സംഭവം, ഇതെന്താ ഇങ്ങനെ. ഫസ്റ്റ് ടൈമാണ് ആക്ച്വലി ഒരു പാസ്റ്റർ എൻ്റെ ലൈഫിൽ നേരിട്ട് കാണുന്നത് പോലും. ഞാൻ ഇങ്ങനെ ആകെ കൺഫ്യൂസ് ആയി. പുള്ളിക്കാരൻ എന്നോട് ഓരോന്നിങ്ങനെ പറഞ്ഞപ്പോൾ ഞാൻ ആന്ന് പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് നമ്മുടെ വർക്ക് കഴിഞ്ഞ് ഞാൻ ഇറങ്ങി എൻ്റെ ഫ്രണ്ടിനോട് ഇങ്ങനെ കാര്യം പറയാം. എൻ്റെ അടുക്ക് ഇങ്ങനെ ഇങ്ങനെ ചോദിച്ചപ്പം എനിക്ക് ഭയങ്കരമായിട്ട് ഷോക്കായി. എൻ്റെ കാലിൽ നിന്ന് എന്തോ ഒരു സംഭവം ഇങ്ങനെ കയറി വരുന്ന പോലെ ഞാൻ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നു. അപ്പം ആളെവിടുന്നോ എന്താ പെട്ടെന്ന് കയറിയിട്ട് പറഞ്ഞു, അത് ഞാനാ അങ്ങനെ പറഞ്ഞേ. അപ്പം ഞാൻ ഇതിപ്പോൾ എവിടെ നിന്ന് വന്ന്, ഞാൻ അങ്ങനെ കുറേ ഇതിപ്പോൾ എവിടെ നിന്ന് പെട്ടെന്ന് ആളെൻ്റെ അടുക്ക. ഞാൻ ചേച്ചിയോടല്ല എൻ്റെ ഫ്രണ്ടിനോട് ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരുന്നപ്പോൾ അത് ഞാനാ എന്നെക്കുറിച്ചായിരിക്കുമല്ലോ പറയുന്നത്. ഇങ്ങനെ വന്ന് അപ്പം ഞാനും പുള്ളിക്കാരിയും ഷോക്കായി. അപ്പോൾ പുള്ളിക്കാരിയുടെ പഠിച്ച കാര്യവും പുള്ളിക്കാരിയുടെ ജോലിയുടെ കാര്യമൊക്കെ ഇങ്ങനെ സംസാരിച്ചു. എന്നിട്ട് പുള്ളിക്കാരിക്ക് വേണ്ടിയിട്ട് ആളെ പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്ത ആളെന്ന് പക്ഷേ എനിക്ക് ആക്ച്വലി ഞാൻ ഈ ഇങ്ങനത്തെ കാര്യങ്ങളൊന്നും വിശ്വസിക്കുന്ന ആളല്ല. എനിക്ക് മതം എന്നൊരു സംഭവം ഞാൻ അങ്ങനെ വിശ്വസിക്കുന്നില്ല. ഒരു പവർ ഉണ്ട് അങ്ങനെ വിശ്വസിക്കുന്നുള്ളൂ, അല്ലാണ്ട് മതം അങ്ങനെ ഇത് ഭയങ്കര റിലീജിയസ് ആയിട്ടുള്ള ആളേ അല്ല ഞാൻ. അപ്പോൾ ഇത് കേട്ടപ്പോൾ എനിക്ക് വിശ്വസിക്കാനും ബുദ്ധിമുട്ടുണ്ട്, പക്ഷേ ഇത് ചോദിക്കുകയും ചെയ്തു. എൻ്റെ റിയൽ ലൈഫിൽ ഇങ്ങനെ ഒരു ഇൻസിഡൻറ്റ് സംഭവിക്കുകയും ചെയ്തു. അപ്പം ഞാൻ ഭയങ്കര കൺഫ്യൂസ്ഡ് ആയി. എനിക്കറിയില്ല ഇതെന്താ സംഭവം എന്നുള്ളത്. പുള്ളിക്കാരൻ പറഞ്ഞു ഞാൻ ഭയങ്കര കണക്റ്റഡാണ്, ഹൈ പവറുമായിട്ട് ഭയങ്കര കണക്റ്റഡാണ്, അതുകൊണ്ടാണ് എനിക്ക് മോളുടെ എന്തൊക്കെയോ എനിക്ക് മോളെ കാണുമ്പോൾ ഭയങ്കര ഡിസ്ട്രാക്ഷൻ തോന്നുന്നു, അങ്ങനെ തോന്നുന്നു, ഇങ്ങനെ തോന്നുന്നൊക്കെ. ഞാൻ ആദ്യം അതൊന്നും പറഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായി. എൻ്റെ അടുത്ത് ആദ്യം വന്ന് ഇങ്ങനെ പറയാം, മോളെ കാണപ്പോൾ എനിക്ക് ഭയങ്കര ഡിസ്ട്രാക്ഷൻ തോന്നി, ഭയങ്കര കണക്ഷൻ തോന്നി, അങ്ങനെ തോന്നി, ഇങ്ങനെ. അപ്പം ഇത് എന്താ നമ്മൾ വിചാരിക്കുന്നത് ഇങ്ങനെ ഒരു പേഴ്സണൽ അടുത്ത ചോദ്യം എന്ന് പറയുന്നത് ഇങ്ങനെ രണ്ട് പേഴ്സണൽ ചോദ്യങ്ങളാണ്. എനിക്കറിയില്ല ഗൈസ് ഇതെന്താ സംഭവം. ഗൈസ് നിങ്ങൾക്ക് ഇങ്ങനത്തെ എന്തെങ്കിലും അനുഭവം ഉണ്ടെങ്കിൽ ഗൈസ് നിങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. എനിക്ക് ഫസ്റ്റ് ടൈം എൻ്റെ ലൈഫിൽ ഇങ്ങനെയുള്ള ഒരാൾ വന്നിട്ട് എന്നോട് ഇങ്ങനെ പേഴ്സണൽ കാര്യങ്ങളൊക്കെ എന്നോട് ഇങ്ങനെ ചോദിക്കുന്നത്. എനിക്ക് ഈ പാസ്റ്റർ സംഭവം എന്താണെന്ന് അറിയില്ല, അത് വേറൊരു കാര്യം. എൻ്റെ അടുത്ത് ഇങ്ങനെ ചോദിച്ചപ്പോൾ ഭയങ്കര ഷോക്കായി എനിക്ക്. ഗൈസ് നിങ്ങൾക്ക് ഇതിനെക്കുറിച്ച് എന്തെങ്കിലും അറിയുന്നുണ്ടെങ്കിൽ ഗൈസ് നിങ്ങളൊന്ന് കമൻറ്റ് ബോക്സിൽ ഇടുക. അതുപോലെ തന്നെ ഇങ്ങനത്തെ എന്തെങ്കിലും ഇൻസിഡൻറ്റ് ഇല്ലെങ്കിൽ പാസ്റ്ററിട്ട് ഇങ്ങനെ എന്തെങ്കിലും ഇങ്ങനെ പേഴ്സണലായിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ എന്തെങ്കിലുമൊക്കെ നിങ്ങൾ സംസാരിച്ചിട്ടുണ്ടെങ്കിൽ ഗൈസ് അതൊന്ന് കമൻറ്റ് ബോക്സിൽ ഇടുക. എനിക്കറിയില്ല എന്താ സംഭവം എന്നുള്ളത്. ഞാൻ ഇപ്പോഴും ആ ഷോക്കിലിരിക്കുക, ആർക്കെങ്ങനെ മനസ്സിലായി ഈ കാര്യം എന്നൊക്കെയുള്ളത് അറിയില്ല ഗൈസ്. അപ്പോൾ ഗൈസ് നമുക്കിത് ഫേസ് വാഷ് ചെയ്യാനുള്ള ടൈം ആയിട്ടുണ്ട്, ഞാൻ പോയി വാഷ് ചെയ്തിട്ട് വരാം. അപ്പോൾ ഗൈസ് ഇതാണ് ഗൈസ് നമ്മുടെ ഫേസ് കഴുകിയിട്ടുള്ള ഒരു റിസൾട്ട് എന്ന് പറയുന്നത്. ഒരു ചെറിയൊരു ഒരു ബ്രൈറ്റനിങ് എഫക്റ്റ് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നതുകൊണ്ട് അറിയില്ല, എനിക്ക് നല്ലൊരു ബ്രൈറ്റനിങ് എഫക്റ്റ് ഫീൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഗൈസ് ഇതാണ് ഗൈസ് നമ്മുടെ ചാലഞ്ച് ഡേ 5 സ്കിൻ ഗ്ലോവിങ് ഫേസ് മാസ്ക് എന്ന് പറയുന്നത്. അപ്പോൾ ഗൈസ് ഇത്രയുള്ള വീഡിയോ, ഇനി അടുത്ത വീഡിയോ വരാം.